ഇന്നത്തെ എൻ്റെ റെസിപ്പി ഗോതമ്പ് കൊണ്ടൊരു പ്രഥമൻ ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല രുചിയുള്ളതും എളുപ്പവും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പ്രഥമനാണ് നമ്മൾ ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ഗോതമ്പിൻ്റെ പ്രഥമൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ കണ്ടു നോക്കാം. ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കപ്പ് ഗോതമ്പ് വെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. നല്ലതുപോലെ കുതിർന്ന ഈ ഗോതമ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ആദ്യം ഇത് നല്ല ചൂട് വെള്ളത്തിലൊന്ന് നമുക്ക് വെന്തെടുക്കാം. എളുപ്പം വെന്ത് കിട്ടുന്നതുമാണ്. ഇത്രയും വെച്ചാൽ മതി. നമുക്കിത് എളുപ്പം വേവിച്ചെടുക്കാൻ പറ്റും. അടച്ച് നമുക്കിതൊന്ന് വെന്തെടുക്കാം. ഗോതമ്പ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങാപ്പീര എടുത്ത് വെച്ചതിൻ്റെ പാലും കൂടെ എടുക്കാം. ഒരു 2 കപ്പ് രണ്ടാം പാലും ഒരു 1 കപ്പ് ഒന്നാം പാലും കൂടെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് വെക്കാം. നമുക്ക് ആ ഗോതമ്പ് വെന്തോന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്കിനി പായസം ഉണ്ടാക്കുന്നതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്ന ശർക്കരപ്പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെന്ത് വെച്ചിരുന്ന ഗോതമ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് കുതിർത്തെടുത്തുകൊണ്ട് വെന്ത് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രഷർ കുക്കറിലാണെങ്കിലും ഗോതമ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഈ ഗോതമ്പ് ഇതിൻ്റെ കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ തിളച്ച് വരുന്ന ശർക്കരപ്പാനിയും ഗോതമ്പിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായിട്ട് തിളച്ച് വന്ന ഈ പായസത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചവ്വരി വേവിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് ചെറു തീയിൽ പായസം തിളയ്ക്കാനായിട്ട് വെക്കാം. നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ചുക്കുപൊടിയും സ്വല്പം ചെറു ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അതാണ് ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തത്. പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എടുത്തു വെച്ചിരുന്ന ഒന്നാം പാൽ നമുക്ക് 1 കപ്പുള്ളത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തിളപ്പിക്കേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പൊക്കെ കുതിർത്തെടുത്ത് പായസം ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പായസത്തിന്. ഇതിലേക്ക് തേങ്ങാക്കുത്തും കാഷ്യൂനട്ടും കൂടെ നെയ്ക്കകത്ത് വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. പായസം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.